പി.വി. അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഉറ്റുനോക്കുന്നത്. ഇപ്പോഴെന്തായാലും വനനിയമ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പി.വി. അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലേക്ക്. നടക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ ഫോറസ്റ്റിലെ ഐബികൾ. ഇതെന്താ കാട്ടിനുള്ളിൽ കൊണ്ടേ വെക്കുന്നത്? അവിടെയാണ് അതിന് സൗകര്യം. അവിടെ കള്ളുകൂടി അവരെ ഇറച്ചി വരേണ്ടെന്ന് പറഞ്ഞ് കാട്ടിൻ്റെയും മാനിൻ്റെയും. നിങ്ങൾക്കറിയോ? ഇതൊക്കെ അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്ന രാത്രി പാട്ട് കച്ചേരിയാണ് പല ഈ ഗസ്റ്റ് ഹൗസുകളിലും. പുറലോകത്ത് അറിയോ? അങ്ങനെ കള്ള് കുടിച്ച് കൂത്താടി സുഖിച്ച് എന്താ പറയുക, ഒരു സാമൂഹ്യ വിരുദ്ധ സംഘം ഈ കാടുകളിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വളരെയാണ്. ഇതിനും തടുക്കണ്ടേ? 1 കിലോമീറ്റർ കമ്പി ഇടാൻ, ഫെൻസിങ് ഇടാൻ 2.5 ലക്ഷം അവർ ചിലവാക്കുന്നത്. 2.5 ലക്ഷം അറിയോ നമുക്ക്? എന്തായി 2.5 ലക്ഷം? ഉള്ളിപ്പാട പോലെയുള്ള ട്യൂബാണ് ഈ പൈപ്പ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ആക്കിയാൽ ഒടിയും. അതിൻ്റെ മുകളിൽ കൂടെ കെട്ടുന്നത് കമ്പി എന്ന് കാണുന്നങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം അവിടെ കമ്പി ഉണ്ടോന്ന്. ലോകത്ത് ഇത്ര വണ്ണം കുറഞ്ഞിട്ടില്ല എന്താ പറയുക നൈസായിട്ടുള്ള കമ്പി എവിടുന്നാ വരുന്ന കൊണ്ടുവരുന്ന അറിയില്ല. 50,000 ചിലവില്ലാത്ത 2.5 ലക്ഷം ഈ രീതിയിൽ പോവുകയാണ്. അപ്പോഴോ 15 കോടി രൂപയാണ് ഈ വർഷം നിലമ്പൂരിൽ ബിൽഡിംഗ് കെട്ടാൻ ചിലവാക്കിയത്. മന്ത്രിയുടെ സദസ്സിൽ ഞാൻ പറഞ്ഞതാ. എത്ര കാറുകളാണ് ഇവർക്ക് വാങ്ങുന്നത്? നിങ്ങളിപ്പോൾ DF ഓഫീസിൽ പോയി നോക്കൂ. എത്ര ക്രിസ്റ്റ അങ്ങനെ തിളങ്ങുന്ന കാറുകൾ എയർ കണ്ടീഷൻ ചെയ്ത്. ഇവർക്ക് എന്തിനാണ് ഈ ക്രിസ്റ്റാന്ന്? ഇവർക്ക് കാട്ടിൽ പോകാൻ ജീപ്പാവേണ്ട, അതിൽ ആക്സിഡന്റ് ആയിക്കോട്ടെ. ഇത്രയും ലക്ഷങ്ങൾ മുടക്കുന്ന കാറുകൾ, ആഡംബര കാറുകൾ എന്തിനാ ഇവർക്ക്? എന്നിട്ട് എന്താ ഫോറസ്റ്റുകാരെ പല പണിയും? നിലമ്പൂരെന്ന് സ്വകാര്യത്തിൽ നിങ്ങൾ പോയി നിങ്ങളുടെ ക്യാമറ ഇട്ടിരുന്ന അറിയും. ഇവർക്ക് പച്ചക്കറി വാങ്ങാൻ ഒരു ബീറ്റ് ഓഫീസർ പോകണം. ഇവരുടെ ഭാര്യമാർക്കുള്ള വേറൊരു സാധനം വാങ്ങിക്കൊടുക്കാൻ വേറൊരുത്തൻ പോകണം. കൂലിപ്പണി എടുപ്പിക്കുകയാണ്, അടിമപ്പണി. ആരെക്കൊണ്ട്? ഈ സാധാരണ ഫോറസ്റ്റുകാരെ കൊണ്ട്. മീൻ വാങ്ങാനൊരു വണ്ടി വേറെ, പലചരക്കിന് വേറെ വണ്ടി, കോഴിക്കോടൊക്കെ ഷോപ്പിങ്ങിന് പോകാം വേറെ വണ്ടി. ഇവിടെയൊക്കെ ഈ IFSR വീട്ടിലൊക്കെ പോയി നോക്കണം നിങ്ങൾ. ഈ ജനത്തിനെ കൊന്നിട്ട് അവരെന്ത് തെമ്മാടിത്ത ചെയ്തോട്ടെ, പക്ഷെ ഈ ജനത്തിന് ഇവിടെ ജീവിക്കണം. അതിനുള്ള വഴി ഉണ്ടാകണം. അതിനുള്ള നിയമമാണ് വേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട UDFന്റെ മുഴുവൻ നേതൃത്വത്തോട് എനിക്ക് പറയുന്നത്, നിങ്ങൾ ഏറ്റെടുക്കുക മാത്രമല്ല, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ നമുക്കറിയാം ഈ പശ്ചിമഘട്ടത്തിലെ ഈ 11-12 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും പോയി കാണണം. ഇവിടുത്തെ ലീഡർഷിപ്പ് ആ മുഖ്യമന്ത്രിമാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ 972 വന നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഈ പശ്ചിമഘട്ടത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഒരുമിപ്പിച്ച് ചേർത്തുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കേരളത്തിൽ നിന്ന് ഉയർന്നു വരണം. അത് ഉയർത്തിക്കൊണ്ടുവരാൻ അടുത്ത ഈ 2026 തെരഞ്ഞെടുപ്പിൽ UDF ഇവിടെ അധികാരത്തിൽ വരണം. ആ അധികാരത്തിൽ വരുന്ന UDF അതുകൂടി ഏറ്റെടുക്കണം. അവിടത്തേക്ക് ഇത് എത്തിക്കണം. ഈ വിപ്ലവം തുടങ്ങേണ്ടത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഇല്ലെങ്കിൽ ഈ വന്യമൃഗശല്യത്തിൻ്റെ ഈ വിപ്ലവം തുടങ്ങേണ്ടത് കേരളത്തിലാണ്. ആ നേതൃത്വം ബഹുമാനപ്പെട്ട UDF ലീഡർഷിപ്പ് ഏറ്റെടുക്കണം എന്നാണ് ഇത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞൊരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്.